ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊരു ഹിജാബ് ഡെക്കറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ സ്റ്റോൺ എടുത്തിട്ടുണ്ട്, ഒരു ഗം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 3mm ഗിയർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, സിൽവർ കളർ. ഇതിൻ്റെ ഗോൾഡൻ കളറും അവൈലബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിതിവിടെ കുറച്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഹിജാബിൽ വെച്ച് ബോൾ പിന്നെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഓരോ പെറ്റൽസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ആദ്യം 2 പെറ്റൽസ് ആക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് രണ്ട് ഗിയർ വയറും കൂടി ഒരുമിച്ച് ഞാൻ പറഞ്ഞു തരുന്നതിന് കൂടുതലായിട്ട് വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ഞാനിത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഷേപ്പിൽ കുറച്ച് നീളത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ മുഴുവൻ ടെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ സ്റ്റോൺസ് ആണ്. ഇത് ഞാൻ നമ്മുടെ മഴത്തുള്ളികൾ ഷേപ്പില്ലേ, അതുപോലെ ആ ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഡയമണ്ട് ഷേപ്പിലുള്ളതും റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കത് നമ്മുടെ ഗിയർ വയറിൽ ഓരോ പെറ്റൽസ് ആക്കി കൊടുത്തിട്ടില്ലേ, അതിലോട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ സ്റ്റോൺസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ പെറ്റൽസ് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലെ ഇത് നമുക്ക് നമ്മുടെ ഹിജാബിൻ്റെ കൂടെ സ്റ്റൈലിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ സ്റ്റൈലിഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.